വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ആരും ചേർത്ത് നിർത്തുവാൻ ഇല്ലയെങ്കിലും നമ്മെ ചേർത്ത് നിർത്തുന്നവനാ നമ്മളുടെ കർത്താവ്. കഷ്ടതയുടെയും വേദനയുടെയും അനുഭവങ്ങളിൽ ഓടിച്ചെന്ന് അഭയം പ്രാപിക്കാവുന്ന ശരണമാണ് അവൻ. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയും ആകുന്നു. സങ്കീർത്തനം 45-1 വാക്യം. നഹൂം പ്രവാചകൻ പറയുന്നത്, യഹോവ നല്ലവനും കഷ്ടദിവസങ്ങളിൽ ശരണവുമാകുന്നു, തങ്ങൾ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു. 1-7 വാക്യം. യെശയ്യാവ് പറയുന്നത്, ഭയങ്കരന്മാരുടെ ചീറ്റൽ മതിലിൻ്റെ നേരെ കൊടുങ്കാറ്റ് പോലെ അടിക്കുമ്പോൾ കർത്താവ് എളിയവന് ഒരു ദുർഗവും ദരിദ്രന് അവൻ്റെ കഷ്ടത്തിൽ ഒരു കോട്ടയും, കൊടുങ്കാറ്റിൽ ഒരു ശരണവും ഉഷ്ണത്തിൽ ഒരു തണലും ആയിരിക്കുന്നു. 25-4. ഈ ലോക ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികൾ വളരെ അധികമാണ്. എന്നാൽ പ്രതിസന്ധികളിൽ ഒരു ദുർഗമായി, കോട്ടയായി, ശരണമായി, തണലായി കർത്താവ് കൂടെ ഉണ്ടെന്നുള്ളത് എത്ര ആശ്വാസമാണ്. കർത്താവ് നമ്മെ അറിയുന്നു, നമ്മുടെ കഷ്ടതകൾ കാണുന്നു, നമ്മുടെ നിലവിളി കേൾക്കുന്നു. അവൻ നമ്മെ സൗഖ്യമാക്കുന്നു. മറ്റാർക്കും നൽകുവാൻ കഴിയാത്ത കരുതല കർത്താവ് നമുക്ക് നൽകുന്നത്. കർത്താവ് നൽകുന്ന കരുതൽ ഏതൊക്കെ വിധത്തിൽ ആണ്? 1. കർത്താവ് നമ്മളുടെ അസ്വസ്ഥതകളെ അറിഞ്ഞ് സ്വസ്ഥ ജീവിതം പ്രദാനം ചെയ്യുന്നു. അസ്വസ്ഥമാക്കുന്ന അനവധി സാഹചര്യങ്ങൾ ഇന്ന് നമ്മുടെ ചുറ്റിലുമുണ്ട്. കഠിനമായ രോഗം, സാമ്പത്തിക പ്രശ്നങ്ങൾ, പ്രിയപ്പെട്ടവരുടെ പെട്ടെന്നുള്ള വേർപാട്, ദീർഘവർഷങ്ങളായിട്ടും കുടുംബജീവിതത്തിൽ ഒരു പൈതലിന് ജന്മം നൽകുവാൻ സാധിക്കാത്ത അവസ്ഥ, ജോലിക്ക് വേണ്ടി ശ്രമിച്ചിട്ടും ജോലിയൊന്നും ലഭിക്കുന്നില്ല. ഇവയെല്ലാം തന്നെ അസ്വസ്ഥതയുണ്ടാക്കുന്ന അനുഭവങ്ങളാണ്. നമ്മളുണ്ടാകുന്ന ഈ വിധത്തിലുള്ള അവസ്ഥകളെ പരിഹരിച്ച് നമ്മെ സ്വസ്ഥമാക്കുവാൻ യേശു കർത്താവിന് മാത്രമേ കഴിയൂ. 12 വയസ്സുള്ള തൻ്റെ ഏകമകളുടെ രോഗനിമിത്തം വേദനിച്ച് നിലവിളിക്കുന്ന ഒരു പിതാവായിരുന്നു യായിറോസ്. ലൂക്കോസ് 8-42. പള്ളിപ്രമാണിയായ യായിറോസ് തൻ്റെ മകളുടെ സൗഖ്യത്തിനായി അപേക്ഷിച്ചുകൊണ്ട് കർത്താവിൻ്റെ അടുക്കൽ വന്നിരിക്കുകയാണ്. ഈ സമയത്താണ് തൻ്റെ ഏകമകളുടെ മരണവാർത്ത അവൻ അറിയുന്നത്. ഏകമകളുടെ മരണം യായിറോസിനെ വേദനിപ്പിച്ചു, അസ്വസ്ഥമാക്കി. ഒരേ ഒരു മകളാണ് ഉള്ളത്, അവളാണ് മരിച്ചത്. ഇനി തനിക്ക് സ്നേഹിപ്പാൻ വേറെ ആരും മക്കളായിട്ടില്ല. എന്നെ അപ്പ എന്ന് വിളിക്കുവാൻ ഇനി ആരുമില്ല. വേദനയുടെ മധ്യത്തിൽ കണ്ണുനീരൊഴുക്കുന്ന പിതാവ്. രക്തസ്രാവ രോഗത്തിൽ വിടുതൽ ലഭിക്കുന്നതിനു വേണ്ടി തനിക്കുണ്ടായിരുന്ന എല്ലാ സമ്പാദ്യവും ചിലവഴിച്ചിട്ടും ഒട്ടും സൗഖ്യം വരാത്തൊരു സ്ത്രീ. ലൂക്കോസ് 8-43-48 ഈ രോഗത്തിൽ നിന്ന് ആർക്കും തന്നെ സൗഖ്യമാക്കുവാൻ കഴിയില്ല എന്ന നമ്മൾ 43 വാക്യത്തിൽ വായിക്കുന്നത്. തൻ്റെ രോഗത്തിൽ നിന്ന് ഒരിക്കലും വിടുതൽ ലഭിക്കില്ല എന്നറിഞ്ഞ് ഈ സ്ത്രീ അസ്വസ്ഥയായി. മക്കളില്ലാതെ പ്രതിയോഗികളാൽ വളരെയധികം ദുഃഖം അനുഭവിക്കേണ്ടി വന്ന ഒരു സ്ത്രീയാണ് ഹന്ന. 1 ശമൂവേൽ 1-6. യായിറോസിൻ്റെ മകൾക്ക് ജീവൻ നൽകിയും രക്തസ്രവത്തിൽ നിന്ന് സ്ത്രീക്ക് പൂർണ്ണമായി വിടുതൽ നൽകിയും ഹന്നയ്ക്കൊരു മകനെ നൽകിയും കർത്താവ് അവരുടെ അസ്വസ്ഥതകളെയും ദുഃഖങ്ങളെയും ഇല്ലാതാക്കി. നമ്മുടെ ജീവിതത്തിലും അസ്വസ്ഥമാകുന്ന അനേക സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെയൊക്കെയും നമ്മെ ശാന്തമാക്കുവാൻ, സ്വസ്ഥമാക്കുവാൻ കർത്താവിനല്ലാതെ മറ്റാർക്കും കഴിയില്ല. 2. കർത്താവ് വേദനിക്കുന്ന ജീവിതങ്ങളിൽ കരുണയും ദയയും ചൊരിയുന്നു. കരുണയും ദയയും വറ്റിപ്പോയിരിക്കുന്ന നാളുകളാണ് നമ്മളുടെ മുൻപിൽ ഇന്നുള്ളത്. വഴിയിൽ മുറിവേറ്റ് കിടക്കുന്ന മനുഷ്യനോട് കരുണ കാണിക്കാത്ത പുരോഹിതന്മാരും ലേവ്യരും വിശ്വാസികളും ഇന്ന് ഉണ്ട്.
വിശ്വാസ സമൂഹമെന്ന് സ്വയം അഭിമാനിക്കുന്ന നമ്മിൽ ദയ വറ്റിപ്പോയിരിക്കുകയല്ലേ? വേദനിക്കുന്നവരോടുകൂടി വേദനിക്കുവാനും കരയുന്നവർക്ക് വേണ്ടി ഒരു തുള്ളി കണ്ണുനീരൊഴുക്കുവാനും ഇന്ന് വിശ്വാസിക്ക് കഴിയുന്നില്ല. എന്നാൽ നമ്മളുടെ കർത്താവ് അങ്ങനെയല്ല. ലാസറിൻ്റെ കല്ലറയ്ക്ക് മുമ്പിൽ നിന്ന് കണ്ണുനീരൊഴുക്കിയ കർത്താവ് അവൻ. പത്രോസ് തൻ്റെ വാളൂരി മഹാപുരോഹിതൻ്റെ ദാസൻ്റെ കാതറുത്തപ്പോൾ മുറിവേറ്റിടം തൊട്ട് സൗഖ്യമാക്കി ദാസനോട് കരുണ കാണിച്ചവനാണ് നമ്മളുടെ കർത്താവ്. ഭയപ്പെട്ട് തൻ്റെ മുൻപിൽ വിറച്ചു നിൽക്കുന്ന രക്തസ്രവക്കാരത്തിയോട് മകളെ ധൈര്യപ്പെടുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചവനാണ് നമ്മളുടെ കർത്താവ്. സങ്കീർത്തനത്തിൽ വായിക്കുന്നത് യഹോവ എൻ്റെ കരച്ചിലിൻ്റെ ശബ്ദം കേട്ടിരിക്കുന്നു, യഹോവ എൻ്റെ അപേക്ഷ കേട്ടിരിക്കുന്നു. 6:8-9 വാക്യങ്ങൾ ഓടിച്ചെന്ന് അഭയം പ്രാപിപ്പാനുള്ള നല്ല സങ്കേതമാണ് നമ്മളുടെ കർത്താവ്. അതുകൊണ്ട് നമുക്ക് ആ കർത്താവിൽ നമ്മളുടെ ശരണം വെക്കാം. കർത്താവേ, എൻ്റെ കോട്ടയും ശരണവുമായി കൂടെയുള്ളതിനാൽ ഞാൻ നിനക്ക് നന്ദി പറയുന്നു. വേണമെന്നും എത്ര വേണമെന്നും